ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇത് അയില മീനാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ചെറിയ ചെറിയ അട ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു സവാള പൊടിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ മീൻ ഞാൻ വേവിപ്പിച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് വേവിപ്പിച്ചിട്ടെടുത്തതാണിത്. വേവിപ്പിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നമുക്ക് ചെറിയ മസാല ആക്കിയെടുക്കാം. 1 കപ്പ് മൈദ ഉണ്ട്. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് കുഴച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇത് കുഴച്ചെടുക്കാം. നമുക്ക് പൊടി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കാവുള്ളൂ. ഉപ്പ് ചേർത്ത് മാത്രം കുഴച്ചെടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ തണുത്ത വെള്ളം തന്നെ ചേർത്താൽ മതി. ചൂടുവെള്ളമൊന്നും ചേർക്കരുത്. ഇത് നന്നായി കുഴച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 2 വലിയ അയിലയാണ്. ഇതൊരു ചെറിയ സവാള എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഉണ്ടോ, ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതിട്ട് കൊടുക്കാം. അത് നന്നായി ചൂടായി വരണം. അല്ലെങ്കിൽ ചുവ വരും. കറിവേപ്പില, മീൻ ഇതിലേക്ക് ഇട്ടെടുക്കാം. 2 വലിയ അരിയാണ്. നന്നായി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ടെടുക്കാം. കുരുമുളകിൻ്റെ പൊടിച്ച പൊടിയാണ്. കുറച്ച് വൈറ്റ് വിനെഗർ വെച്ച് കൊടുക്കാം. കുറച്ച് കൊടുത്താൽ മതി. കുറച്ച് ഗരം മസാല. നന്നായി ഇളക്കിയെടുക്കാം. ഇനി മീനൊന്നും ഇതിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഉണ്ടാവും. എന്നിട്ട് നമുക്ക് കൊണ്ട് അട ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പൊടി കുഴച്ചത് അവിടെ പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കത് പരത്തിയെടുക്കാം. ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മസാലയും കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് പരത്താം. പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം കൂടരുത്. കുഴക്കുമ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് വലുതാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എളുപ്പം വേഗം പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഉണ്ടോ. ഇനി ഇത് ഒരു ചെറിയ ഇതേപോലെ മൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി.
ഈ വലുപ്പത്തിൽ കണ്ടോ, ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാം അതേമാതിരി ചെറിയ ചെറിയ കട്ട് ചെയ്ത് ചെറിയ ചെറിയതാക്കി എടുത്താൽ മതി. നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. കണ്ടോ, മസാല വെച്ചിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യുക. ഇതേപോലെ ഇതുപോലെ തന്നെ നെക്സ്റ്റ് എടുക്കുക, മസാല വെച്ച് കൊടുക്കുക. കണ്ടോ, നന്നായി ക്ലോസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് നല്ലോണം ചൂടാകാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി വെച്ച മീൻ പത്തൽ ഇതിലേക്ക് ഇട്ട് വെക്കാം. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. നല്ല ചെറുതാക്കി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മീൻ വെച്ചിട്ട് അയില മീനോ ആവോയോ എന്ത് വെച്ചിട്ടും ഉണ്ടാക്കട്ടോ. ഇത് മുരിഞ്ഞിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഉണ്ടോ, ഇതുമാതിരി നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉണ്ടോ, ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാണ്ട് ഇതിൽ നിറക്കാം. എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ട്രിപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെയല്ല, നമ്മൾ ആദ്യത്തെ പോലെ തന്നെ തിരിച്ചു മറിച്ച് വെച്ച് കൊടുത്ത് മൊരിപ്പിച്ചിട്ട് നിർത്താൻ മതി. അത്രേ വേണ്ടു. കണ്ടോ, മൊരിഞ്ഞ് വന്നാൽ ഇത് വെക്കാം. അപ്പോൾ നമ്മൾ മീനോട് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ആടാ കണ്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടോ, ചായക്കൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഇങ്ങനെ വെറുതെ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.